അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി ആവശ്യപ്പെട്ട ബി.ജെ.പി. നേതാവ് സുബ്രഹ്മണ്യം സ്വാമി നൽകിയ അപേക്ഷ പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം. രാമക്ഷേത്രവും ബാബറി മസ്ജിദും വൈകാരിക വിഷയങ്ങളായതിനാൽ കോടതിക്ക് പുറത്തുള്ള ഒത്തുതീർപ്പാണ് നല്ലതെന്ന് ചീഫ് ജസ്റ്റിസ് JS ഖെഹാർ അധ്യക്ഷനായ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. ഇരുകൂട്ടർക്കും സമ്മതമാണെങ്കിൽ മധ്യസ്ഥനാവാൻ തയ്യാറാണെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. हम समझौता करने के लिए तैयार हैं. मस्जिद बने, मंदिर बने, उसके अलग-अलग जगहें हैं. കേസിലെ കക്ഷികൾ ഒരുമിച്ചിരുന്ന് ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തണം. ആവശ്യമെങ്കിൽ മധ്യസ്ഥന്മാരെ ഏർപ്പെടുത്തണം. പ്രാഥമിക ചർച്ചകൾക്ക് മേൽനോട്ടം വഹിക്കാൻ സുപ്രീം കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിനെ ചുമതലപ്പെടുത്താമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. തർക്കപ്രദേശത്ത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും തുല്യ അവകാശമുണ്ടെന്ന അലഹബാദ് ഹൈക്കോടതി ഉത്തരവിനെതിരെ നൽകിയ അപ്പീലുകൾ 5 വർഷത്തിലേറെയായി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതിനിടെയാണ് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സുബ്രഹ്മണ്യം സ്വാമി അപേക്ഷ നൽകിയത്. ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട കേസിൽ ബി.ജെ.പി. നേതാക്കളായ LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവരുൾപ്പെടെ 13 പ്രതികൾക്കെതിരെ ഗൂഢാലോചനാ കുറ്റം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യത്തിൽ മറ്റൊരു ബെഞ്ച് നാളെ തീരുമാനം പറയാനിരിക്കുന്ന സാഹചര്യത്തിലാണ് കോടതി നിർദ്ദേശമെന്നത് ശ്രദ്ധേയമാണ്. പ്രതികൾക്കെതിരെ ഗൂഢാലോചനാ കുറ്റം പുനഃസ്ഥാപിച്ചേക്കുമെന്ന് കോടതി സൂചിപ്പിച്ചിരുന്നു. സാങ്കേതിക കാരണങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി ഗൂഢാലോചനാ കുറ്റം റദ്ദാക്കിയ വിചാരണ കോടതി നടപടി അംഗീകരിക്കില്ലെന്നായിരുന്നു കോടതി നിരീക്ഷണം. PS വിനയ, മാതൃഭൂമി ന്യൂസ്.